ഹായ് ഓൾ, എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നന്നായിട്ട് പഠിക്കും കേട്ടോ എല്ലാവരും. PSC ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇറക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് അല്ലേ? ഈ കഴിഞ്ഞ നവംബർ 25-ന് PSCയുടെ യോഗത്തിലും അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 40-ലധികം നോട്ടിഫിക്കേഷൻസ് ഡിസംബർ മാസത്തിൽ എന്തായാലും പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് എക്സാം എഴുതി നിരാശപ്പെട്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക, ഇനിയും അവസരങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പഠിക്കുക. പഠനം നിർത്തിവെച്ചവരും അതുപോലെ തന്നെ മടിച്ചിരിക്കുന്നവരും നിരാശ കൊണ്ട് ഈ പറഞ്ഞ പോലെ നിർത്തിവെച്ചവരൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ഉഷാറായിക്കോളൂ. ഒരുപാട് എക്സാംസ് ഇനി വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൽ സ്റ്റേറ്റ് വൈഡ് ഉണ്ട്, ഡിസ്ട്രിക്ട് വൈഡ് ഉണ്ട്, അതുപോലെ തന്നെ NCA അങ്ങനെയുള്ള കാറ്റഗറിയിലൊക്കെയാണ് കേട്ടോ വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വരുന്നുണ്ട്, അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ്. അതുപോലെ തന്നെ ലീഗൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 വരുന്നുണ്ട് നിയമ വകുപ്പിൽ. പിന്നെ അതുകൂടാതെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 വരുന്നുണ്ട്, അത് വരുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിലാണ്. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഫിനാൻസ് സെക്രട്ടേറിയറ്റിൽ കേട്ടോ. ഇതൊക്കെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്, സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ളതാണത്. അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൽ ഡിസ്ട്രിക്ട് വൈഡ് വരുന്നുണ്ട്. കേരള പോലീസ് സർവീസിൽ വിവിധ ബറ്റാലിയനുകളിൽ പോലീസ് കോൺസ്റ്റബിൾ വരുന്നുണ്ട്. ഇത് SC/ST വിഭാഗക്കാർക്ക് ഉള്ളതാണ് കേട്ടോ. ആരെങ്കിലും എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല അവസരമാണിത്. ഒരിക്കലും മിസ് ചെയ്യരുത്. പഠനം നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. എക്സാംസ് എന്തായാലും അടുത്തന്നെ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും. I think ഡിസംബർ 16-നാണെന്ന് തോന്നുന്നു നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ ലഭ്യമാവും. അപ്പോൾ അതിനനുസരിച്ച് പഠനം കുറച്ചുകൂടി ശക്തമാക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് NCA റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പ്രൊഫസർ ഇൻ നെഫ്രോളജി, അതുപോലെ തന്നെ പീഡിയാട്രിക് സർജറി ഇൻ രചന ശരീർ, ഇതൊക്കെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിൽ വരണം കേട്ടോ. ഇൻ ക്രിയ ശരീർ, അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ് ഉണ്ട്. അതിനകത്ത് മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ വരുന്നുണ്ട് കേട്ടോ. അത് ST വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തസ്തികയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അല്ലേ, ട്രെയിനി, അതുപോലെ തന്നെ ഡ്രൈവർ വിഭാഗത്തിലേക്കൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ അടുത്ത മാസം. അതുപോലെ തന്നെ സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ഇത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ് കേട്ടോ വരുന്നത്. NCA തലത്തിലുള്ളതാണ്. ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാംസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് വൈസിലേക്ക് പോവുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദുവിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്താണെങ്കിൽ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം വരുന്നുണ്ട് അടുത്ത മാസം തന്നെ നോട്ടിഫിക്കേഷൻ. പിന്നെ കൊല്ലം ജില്ലയിൽ വന്നിട്ട് തമിഴ് മീഡിയത്തിൽ തന്നെ LP സ്കൂൾ ടീച്ചർ വരുന്നുണ്ട്. ഇതുപോലുള്ള ഒരുപാട് തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആരെങ്കിലും പഠനം നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, മടി കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള സമയം തന്നെയാണത്. അവസരങ്ങൾ പാഴാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ അവസരങ്ങളും അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമുക്ക് എല്ലാ കാലത്തും PSCക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്ത് നല്ല ജോലിയായിട്ട് കയറാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.